നമസ്കാരം. നിങ്ങൾക്ക് മരണഭയമുണ്ടോ? ഒരുപാട് പേർക്ക് ഇന്ന് മരണഭയവുമായി ബന്ധപ്പെട്ട് കൺസൾട്ടേഷന് വരുന്നത് കൊണ്ടാണ് ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ ഇതായിട്ട് സെലക്ട് ചെയ്തത്. പലപ്പോഴും അമിതമായിട്ടുള്ള ടെൻഷൻസ് ഉള്ള വ്യക്തികൾക്കാണ് ഈ പറയുന്നൊരു പ്രശ്നം കണ്ടുവരുന്നത്. മരണഭയം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ നമുക്കിത് നിയന്ത്രിക്കാനായിട്ട് കഴിയും എന്നതിനെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. പലപ്പോഴും മനസ്സിന് ഉറപ്പ് കുറവുള്ള ആളുകൾക്കും അമിതമായിട്ടുള്ള സമ്മർദ്ദമുള്ള ആളുകൾക്കുമാണ് ഈ പറയുന്ന പ്രശ്നം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. മരണഭയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ മരിക്കുമോ എന്ന് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. നല്ല സന്തോഷമുള്ളൊരു ജീവിതമാണ്, നല്ല ജോലി, നല്ല കുടുംബം, നല്ല കുടുംബാംഗങ്ങൾ, എല്ലാം കൊണ്ടും നമുക്ക് നല്ല സ്വസ്ഥതയും സമാധാനവും ഉള്ള ജീവിതമാണെങ്കിൽ പോലും മറ്റൊരാൾക്ക് എന്തെങ്കിലും അസുഖം വരുമെന്ന് കേൾക്കുമ്പോൾ ഉടനെ ആ അസുഖം എനിക്ക് വരുമോ, വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം എന്താകും, എൻ്റെ കുടുംബാംഗങ്ങളെ ആര് നോക്കും, മക്കളെ ആര് നോക്കും, ബന്ധുക്കളെ ആര് നോക്കും, മാതാപിതാക്കളെ ആര് നോക്കും എന്നതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചിട്ട് അവസാനം ടെൻഷൻ അടിച്ച് അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് നമ്മളുടെ ബ്രീത്തിങ് റേറ്റിൽ മാറ്റങ്ങൾ വരുന്നു, ഹാർട്ട് റേറ്റിൽ മാറ്റങ്ങൾ വരുന്നു, തലവേദന വരുന്നു, ഗ്യാസ് ഫോർമേഷൻസ് വരുന്നു, ഉറക്കക്കുറവ് വരുന്നു. അങ്ങനെ ടെൻഷൻസൊക്കെ എല്ലാം കൂടി അവസാനം കുഴഞ്ഞു വീഴുന്നൊരു അവസ്ഥയിലേക്ക് എത്തിക്കുകയും അങ്ങനൊരു സന്ദർഭം ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇത് ഇടയ്ക്കിടയ്ക്ക് വരുമോ എന്ന് ചിന്തിച്ച് കൂട്ടിയിട്ട് അവസാനം അവനവന് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് എനിക്ക് വരുമെന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിതം ടെൻഷൻ അടിച്ച് തീർക്കുന്ന ഒരു അവസ്ഥയെ പറയുന്ന പേരാണ് മരണഭയം അഥവാ ഫിയർ ഓഫ് ഡെത്ത് എന്ന് പറയുന്നത്. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണ് ഈ ഒരു പ്രശ്നം ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ എല്ലാം ഇപ്പോൾ ഒരു ടെൻഷനൊക്കെ വന്ന് ഹാർട്ട് ബീറ്റൊക്കെ കൂടി ചില ആളുകളൊക്കെ എല്ലാം കുഴഞ്ഞു വീഴും. അതിൻ്റെ ഫലമായിട്ട് ആശുപത്രിയിൽ എത്തുന്നു. സ്വാഭാവികമായിട്ടും ECGയിൽ നോക്കുമ്പോൾ വലിയ വേരിയേഷൻസ് ഒന്നും കാണില്ല. എന്തായാലും ഒരു കാർഡിയോളജിസ്റ്റിനെ കാണാനായിട്ട് പറയുന്നു. ഇങ്ങനെ കാർഡിയോളജിസ്റ്റിനെ കണ്ടിട്ട് എക്കോ, അതുപോലെ തന്നെ നമുക്ക് റൂട്ടീനായിട്ടുള്ള ടെസ്റ്റുകളായിട്ടുള്ള TMTയും പിന്നെ ഡ്രോപ്റ്റി പോലുള്ള ടെസ്റ്റുകളൊക്കെ എല്ലാം ചെയ്തു. എവറിത്തിങ് നോർമലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡോക്ടേഴ്സ് എന്താ പറയുക, നിങ്ങൾക്ക് ടെൻഷൻ കൂടിയതുകൊണ്ട് വന്നിട്ടുള്ളതാണ്. ടെൻഷൻ കുറയ്ക്കാനുള്ള എന്തെങ്കിലും ഒരു ടാബ്ലറ്റൊക്കെ വന്ന് നിങ്ങളൊന്ന് നോക്കിയാവും ചെയ്തു. പക്ഷേ പിന്നീടൊരു ഘട്ടത്തിൽ ഇതുപോലൊരു പ്രശ്നം വരുമ്പോൾ വീണ്ടും പഴയ പോലെ തന്നെ ആകുമോ എന്ന് ചിന്തിച്ച് കൂട്ടിയിട്ട് അവസാനം ഈ ചിന്തകൾ നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും നമുക്കെല്ലാവർക്കും അറിയാലോ, ചിന്തകൾ കൂടുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിനകത്ത് ടെൻഷൻ കൂടും. അങ്ങനെ മാനസിക സമ്മർദ്ദങ്ങളും ഉത്കണ്ഠയും വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ വയറ് ഡിസോർഡർ ആവും. വയർ ഡിസോർഡർ ആകുമ്പോൾ ഗ്യാസ് ഫോർമേഷൻസ് കൂടും. ഈ ഗ്യാസ് ഇങ്ങനെ കയറി നെഞ്ചിലേക്ക് എത്തുമ്പോൾ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് വരും. ചില ആളുകൾക്ക് കഴുത്തിൽ ആരോ നമ്മളിങ്ങനെ ഞെക്കിപ്പിടിക്കുന്ന പോലെ ശ്വാസതടസ്സം അഥവാ ചോക്കിംഗ് പോലുള്ള ഫീലിംഗ് ഒക്കെ എല്ലാം വരും. ചില ആളുകൾക്ക് തലവേദന വരും, ചില ആളുകൾക്ക് കഴുത്ത് വേദന വരും, ചില ആളുകൾക്ക് ശരീരമാസകലം ജോയിൻറ്റ് പെയിൻസും അതുപോലെ തന്നെ തരിപ്പും വരും, ചില ആളുകൾ കുഴഞ്ഞു വീണു പോലുള്ളൊരവസ്ഥ വരും. സാധാരണ ഇതൊക്കെ വരുമ്പോൾ പാനിക് അറ്റാക്ക് വന്നു, പാനിക് ഡിസോർഡറൊക്കെ ആയി എന്നൊക്കെയാണ് നമ്മൾ ഇതിനെ പറയുക. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും പ്രത്യേകിച്ച് ഒരു പത്രം നോക്കിയിട്ട് ഒരേ പ്രായത്തിലുള്ള ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ബന്ധുക്കൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, കുടുംബത്തിലുള്ള ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, അതുകൂടാതെ പരിചയക്കാർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതെനിക്ക് സംഭവിക്കുമോ എന്ന് ആലോചിച്ച് വേവലാതിപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ. കുറേ പേർക്ക് നമുക്ക് ഈ പ്രശ്നം കാണുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇതൊക്കെ നമുക്ക് വളരെ സുഖകരമായി തന്നെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടൊരു സൈക്കോളജിസ്റ്റിനെ നിങ്ങൾ കാണുക. സ്വാഭാവികമായിട്ടും സൈക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ടെൻഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള റിലാക്സേഷൻ തെറാപ്പികൾ തരും. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ ഈ ചിന്തകളാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഈ പേടി വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ചിന്തകൾ നമ്മൾ മാനേജ് ചെയ്താൽ മാത്രമാണ് പേടി നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് വിവിധ തരത്തിലുള്ള സൈക്കോ തെറാപ്പികൾ അവർ നൽകും. ആ തെറാപ്പികളൊക്കെ എല്ലാം കൃത്യമായിട്ടും ഫോളോ അപ്പ് ഒക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നിങ്ങളത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സൈക്കോ തെറാപ്പീസും ചെയ്തിട്ടും അതുകൂടെ റിലാക്സേഷനൊക്കെ ചെയ്തിട്ടും കുറയുന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മളൊരു സൈക്കാട്രിസ്റ്റിനെയും കൂടി കണ്ട് മരുന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ മരുന്ന് കഴിച്ചതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ കുറയുകയുള്ളൂ, ഒരിക്കലും കൂടത്തില്ല. അങ്ങനെ ചില സമയങ്ങളിൽ നമുക്ക് മരുന്ന് ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് വരും. ചില ആളുകൾക്ക് ചിലപ്പോൾ മരുന്നില്ലാതെയുള്ള ട്രീറ്റ്മെൻറ്റ് മതിയാവും. ചിലർക്ക് മരുന്നും സൈക്കോളജിസ്റ്റിനെയും കണ്ടിട്ടുള്ള 2 തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റും കൂടി വേണ്ടി വരും.
ഇങ്ങനെ ഉള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരിക്കുമോ എന്നുള്ള ടെൻഷൻസ് തീർച്ചയായിട്ടും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും.